ഈ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധി കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷന് കടുത്ത ഒരു ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്തോ നിയമത്തിനെല്ലാം വളരെ ഉപരിയായിട്ടുള്ള ഒരു സമിതിയാണ് എന്ന ധാരണയോടുകൂടി അവർ തന്നെ ചെയ്ത ചില നടപടികളാണ് ശക്തമായ സുപ്രീം കോടതി ഇടപെടലിന് വഴിവെച്ചത്. സുപ്രീം കോടതി വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നതിന് നിയമനം നടത്തുന്നതിന് പരീക്ഷ നടത്തി ഇന്റർവ്യൂ നടത്തി ലിസ്റ്റ് തയ്യാറാക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. നയപരമായ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ് എന്നതാണ്. ഇത് പറയാൻ കാരണം, ഈ മുനിസിപ്പൽ കോമൺ സർവീസിലേക്കുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2-ന്റെ PSC പ്രസിദ്ധീകരിച്ചതായ ലിസ്റ്റിന്റെ വലിപ്പം കൂട്ടണം, അതിനകത്ത് കൂടുതൽ ആളുകളെ കൂടി ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം വേക്കൻസികൾ കൂടുതലുണ്ട് എന്ന് സർക്കാർ PSCയോട് ആവശ്യപ്പെട്ടപ്പോൾ PSC പറഞ്ഞു യാതൊരു കാരണവശാലും ഈ ലിസ്റ്റ് വികസിപ്പിക്കാനായി സാധ്യമല്ല എന്ന് ഗവൺമെന്റിന്റെ നിർദ്ദേശത്തെ തള്ളിക്കളയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ പല ആളുകൾക്കും ജോലി കിട്ടാനുള്ള സാധ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് PSC എടുത്തത്. കാരണം കൂടുതൽ ആളുകളെ നിയമിക്കാനായി പരീക്ഷ പാസ്സായ കൂടുതൽ ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തി ലിസ്റ്റ് കുറച്ചുകൂടെ വലുതാക്കണം, വ്യാപിപ്പിക്കണം എന്ന് പറയുമ്പോൾ PSC അത് ചെയ്തിരുന്നെങ്കിൽ പല ആളുകൾക്ക് അത് തൊഴിൽ ലഭിക്കുമായിരുന്നു. അങ്ങനെ ആ അവസരം നഷ്ടപ്പെട്ടു വന്നപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ യോഗ്യതയുള്ള ആളുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് ഈ തരത്തിലൊരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. വളരെ വ്യക്തമായി പറഞ്ഞു PSCയോട്, നിങ്ങൾക്ക് പരീക്ഷ നടത്തി യോഗ്യതയുള്ള ആളുകളെ കണ്ടെത്തി ഇന്റർവ്യൂ നടത്തി ഇവർ യോഗ്യരാണ് എന്ന് കണ്ട ലിസ്റ്റ് തയ്യാറാക്കുക എന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ചുമതല. അതിൽ മാത്രമേ നിങ്ങൾക്ക് സ്വയംഭരണ അവകാശമുള്ളൂ. ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കൂട്ടണോ കുറയ്ക്കണമോ എന്നുള്ളത് സർക്കാരിൻ്റെ അധികാരത്തിൽപ്പെട്ട വിഷയമാണ്. അത് നയപരമായ കാര്യമാണ്. അതിൽ ഇടപെടാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർക്കേറ്റ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇത് ചരിത്രപ്രധാനമായ ഒരു വിധിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ ജീവിതത്തിൻ്റെ ആധാരമായി നോക്കിക്കണ്ടുകൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് എല്ലാ മാസവും എല്ലാ വർഷവും പബ്ലിക് സർവീസ് കമ്മീഷന്റെ വിവിധ ടെസ്റ്റുകൾ എഴുതുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും ഒരു ജോലിക്ക് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുന്നതും. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേക തൊഴിലില്ലാത്ത യുവാക്കൾ, വിദ്യാസമ്പന്നരായിട്ടുള്ളവർ ജോലി കിട്ടാതെ ഉഴലുകയാണ്. അതിനിടയിലാണ് ഈ രാഷ്ട്രീയക്കാരുടെ പിൻവാതിൽ നിയമനം കൊണ്ട് പോലും അർഹതയുള്ള ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതെല്ലാം സഹിക്കാതെ വന്നപ്പോഴാണ് നാം എല്ലാം കണ്ടതാണ്, സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ നിരന്തരമായി അനവധി ദിവസങ്ങൾ കുടിലുകെട്ടി പോലും ഒരു തൊഴിലിന് വേണ്ടി യാചിച്ച് ശയനപ്രദക്ഷിണം ഉൾപ്പെടെയുള്ള സമരമുറകൾ സ്വീകരിച്ചതായിട്ടുള്ള യുവാക്കളുടെ പട്ടികയും സംഖ്യയും. ആ ഒരു സാഹചര്യത്തിലാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ തരത്തിൽ ഒരു ഏകാധിപത്യപരമായ തീരുമാനമെടുത്തതും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇതിപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട അതുകൊണ്ട് മാത്രമാണ് ഇനിയും വരുംകാല നിയമനങ്ങളിൽ ഈ തരം സാധ്യതകൾ തുറന്നത്. മുൻകാലങ്ങളിൽ ഇതുപോലെ എത്രയോ അവസരങ്ങൾ ഇങ്ങനെ ഒരു നിയമം ദുർവ്യാഖ്യാനം ചെയ്ത് PSC ജനങ്ങൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെടുത്തി എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ സങ്കടം ഒരിക്കലും ഇനി മാറുന്നതല്ല. എത്രയോ ആളുകൾക്ക് ഇതുമൂലം തൊഴിൽ നഷ്ടപ്പെട്ടു. കാരണം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക തൊഴിലിന് വേണ്ടി അപേക്ഷ ക്ഷണിക്കുമ്പോൾ സർക്കാർ കൊടുക്കുന്ന പട്ടിക, എത്ര വേക്കൻസി ഉണ്ട് എന്ന് കൊടുക്കുന്ന പട്ടിക അനുസരിച്ചാണ് ഇവർ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ ഇത് പരീക്ഷ നടത്തി ഇന്റർവ്യൂ നടത്തി ലിസ്റ്റൊക്കെ തയ്യാറാക്കി വരുമ്പോൾ ഏകദേശം ആദ്യത്തെ പ്രസ്താവന അല്ലെങ്കിൽ ആദ്യത്തെ അറിയിപ്പ് കൊടുത്തതിന് ശേഷം 2-3 വർഷങ്ങൾ കഴിഞ്ഞാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അവരുടെ ജോലി പൂർത്തിയാകുന്നത്. അപ്പോഴേക്കും പുതിയ പുതിയ വേക്കൻസികൾ ഉണ്ടാകും, പുതിയ ആളുകൾ വരേണ്ടതായി, പഴയ ആളുകൾ റിട്ടയർ ചെയ്തിട്ടുണ്ടാകും. അപ്പോഴാണ് ലിസ്റ്റിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടതായി വരുന്നത്. അത് ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്, ഗവൺമെന്റിനാണ് അതിന് അധികാരമുള്ളത്. ആ അധികാരം പ്രയോഗിച്ചപ്പോൾ അത് പറ്റില്ല, ഞങ്ങൾ 2-3 വർഷമാണെങ്കിലും ശരി ഞങ്ങൾ ഉണ്ടാക്കിയ ലിസ്റ്റാണ്, അന്തിമമാണ് എന്ന് പറയാൻ
പബ്ലിക് സർവീസ് കമ്മീഷൻ ശ്രമിച്ചതാണ് അവരെ ഇപ്പോൾ ഈ ഏടാകൂടത്തിൽ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. കേരളത്തിലെ PSC തന്നെ നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ആകമാനമുള്ള കേന്ദ്ര ഓഫീസുകളിലേക്കുള്ള നിയമനത്തിനുള്ള പബ്ലിക് സർവീസ് കമ്മീഷനിൽ വെറും 9 അംഗങ്ങളുള്ളപ്പോൾ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ സംഖ്യ 21ആണ്. ചെയർമാനും 20 ആളുകളും ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായി 3-4 ലക്ഷം രൂപ ശരാശരി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് കൊടിവെച്ച കാറിൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിക്കുകയാണ്. എന്തൊരു ഭാഗ്യാവസ്ഥയാണ് ഈ അംഗങ്ങൾക്ക്. ഒരിക്കൽ അംഗമായാൽ 6 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം മതി അവർക്ക് പിരിഞ്ഞു പോകാൻ. പ്രതിമാസം 4-5 ലക്ഷം രൂപയാണ് യാത്രപ്പടി ഇനത്തിലും മറ്റ് സൗകര്യങ്ങളുമായി ഈ അംഗങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അംഗങ്ങളാകുന്നതിന് പ്രത്യേകമായ യാതൊരു പരീക്ഷാ യോഗ്യതയും നിഷ്കർഷിച്ചിട്ടില്ല. ഇവിടെ വീതം വയ്പാണ്. ഭരിക്കുന്ന മുന്നണിയിലെ കക്ഷികൾക്ക് പങ്കുവെച്ചു കൊടുക്കുകയാണ്. അവർ നിർദ്ദേശിക്കുന്ന ആളുകളെ നിയമിക്കുക എന്ന ഒരു തൊഴിൽ മാത്രമേ ഗവർണർക്ക് പോലും ഉള്ളൂ. ഇവിടെ 11 കക്ഷികളുള്ള LDFന്റെ ഓരോരോ ഞാഞ്ഞൂൽ കക്ഷികളുടെ പ്രതിനിധികൾ പോലും പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഇത്രയും പരമോന്നതമായ സമിതിയിൽ അംഗങ്ങളായിരുന്നു കൊണ്ട് ഈ തരത്തിൽ ആനുകൂല്യം പറ്റുന്നു എന്നുള്ളത് സാധാരണ നികുതിദായകരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്നതാണ്. ഏറ്റവും ഒടുവിലുണ്ടായ ഒരു ഉത്തരവ് വളരെ രസകരമായി കൗതുകകരമായി അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു തീരുമാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമായ അവസ്ഥയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കഴിഞ്ഞ 6 തവണയായി ലഭിക്കേണ്ടതായിട്ടുള്ള ഡിയർനെസ് അലവൻസും പെൻഷൻകാർക്ക് ലഭിക്കേണ്ട കുടിശ്ശികയും കൊടുക്കാതെ ഇരിക്കുന്നത്. അപ്പോഴാണ് ഒരാഴ്ച മുൻപ് പ്രത്യേകമായി സർക്കാർ ഓർഡർ ഇറക്കിയിരിക്കുന്നു. PSC അംഗങ്ങളുടെ ക്ഷാമബത്തയ്ക്ക് യാതൊരു കുടിശ്ശികയും ഉണ്ടാകാൻ പാടില്ല, അത് മുഴുവൻ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത്. എന്തൊരു നീതികേടാണ് ഈ കാണിക്കുന്നത് സർക്കാർ! എന്തൊരു അനീതിയാണ്! സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ 3 വർഷങ്ങളായി DA കൊടുക്കാതിരുന്നപ്പോൾ അവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു തീരുമാനമില്ല. ആവശ്യപ്പെടുമ്പോൾ പറയൂ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. 10,000-കണക്കിന് രൂപയാണ് പാവപ്പെട്ട പെൻഷൻകാർക്കും അതുപോലെ ജീവനക്കാർക്കും ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോഴാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ DAയിൽ ഒരു കുടിശ്ശികയും വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർക്ക് മുഴുവൻ DA കൊടുക്കാൻ സർക്കാർ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതാണോ തുല്യനീതി? അപ്പോൾ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിയാൽ നികുതിദായകന്റെ പണം എങ്ങനെയും എടുത്ത് ചെലവഴിക്കാമെന്ന് പറയുന്ന ധാർഷ്ട്യം സർക്കാരിന്റെ ഒരു ഭാഗത്ത്. അങ്ങനെ ഏതെങ്കിലും ആരുടെയെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ കാല് പിടിച്ച് പെട്ടിയെടുത്ത് ഇതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് സർവാധികാരവും എന്നുള്ള ധാർഷ്ട്യവും അഹങ്കാരവും മറ്റൊരു ഭാഗത്ത്. അതിന് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് പബ്ലിക് സർവീസ് കമ്മീഷന് നേരിട്ട് കിട്ടിയിരിക്കുന്നത്. അത് പരോക്ഷമായി സർക്കാരിനുള്ള ഒരു അടിയാണ്. കാരണം ഇതുപോലെയുള്ള ആളുകളെ PSCയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് വേണം കരുതാൻ. രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായി PSC അംഗങ്ങളായി വരുന്നവർക്ക് എന്ത് നീതിബോധമാണുള്ളത്? അവർ തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളെ ഏത് മാർഗത്തിലൂടെ തിരികെ കയറ്റാനായി ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഇതുപോലെ ധാർഷ്ട്യത്തോടുകൂടെ പാവപ്പെട്ട വിദ്യാസമ്പന്നരായിട്ടുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ തെരുവിലിറക്കി അവർക്കൊരു നേരത്തെ ആഹാരത്തിന് പോലും മാർഗമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് തൊഴിലിനായി കാത്തിരിക്കുമ്പോൾ അങ്ങനെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന സമീപനം സ്വീകരിച്ചത്. അപ്പോൾ ഇവിടെ കാണേണ്ടതായ ഒരു കാര്യം, അടിസ്ഥാനപരമായി പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ നന്നായി ക്രമീകരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഈ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് അംഗങ്ങളെ നന്നായി ബോധവൽക്കരിക്കണം. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വരുന്നവർക്ക് എങ്ങനെയാണ് ഒരു ഫയൽ സൃഷ്ടിക്കേണ്ടത്, എങ്ങനെയാണ് നയങ്ങൾ നടപ്പാക്കേണ്ടത്, എങ്ങനെയാണ് ഓഫീസ് കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ട തരത്തിലുള്ള പരിശീലനം അവബോധം ഉണ്ടാക്കണം. നിയമങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കണം. അവർക്ക് അതിന് കവിഞ്ഞുള്ള അധികാരങ്ങൾ ഇല്ല എന്ന് അവരെ പഠിപ്പിക്കണം. അവരുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഏകോപനം ഉണ്ടാവണം. ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ആളിതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കണം.
എന്തായാലും ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ മുഖത്തേറ്റ ഈ തിരിച്ചടി PSC എന്ന് പറയുന്ന ഈ സമിതിക്ക് അപമാനം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന ഒരു വസ്തുത ഇപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ തരം കാര്യങ്ങൾ ഏകപക്ഷീയമായി എടുക്കുന്നതിന് മുൻപ് കൂടുതൽ ആലോചനയും കൂടുതൽ ബുദ്ധിപരമായിട്ടുള്ള വിവേകപൂർണമായിട്ടുള്ള നടപടികളുമാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം യഥാർത്ഥത്തിൽ ഇതിനുള്ള പഠന ക്ലാസ് നടത്തേണ്ടത് കൊടുക്കേണ്ടത് PSCയിലെ അംഗങ്ങൾക്കാണ്. അവരുടെ അധികാരങ്ങളെക്കുറിച്ചും അവരുടെ പരിമിതികളെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കേണ്ട സമയമായിരിക്കുന്നു. അതാണ് ഈ സുപ്രീം കോടതി വിധി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം.